ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി ഡേ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഒരു സമയം പറയുമ്പോഴത്തേക്ക് എത്രയും 3:25 ആയിക്കോളൂ. പുറത്തുനിന്ന് കുറേ സൗണ്ടൊക്കെ കേൾക്കും, മൈൻഡ് ആക്കരുത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുക, ഞാൻ പുറത്തിരുന്നോട്ടോ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഷോർട്സ് ഇതൊക്കെ ഇടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടാനൊക്കെ ഇഷ്ടമാണ്. അതിനിപ്പോൾ വ്യൂസോ അതും ഇതും കിട്ടിയില്ലെങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വിചാരിച്ചാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞാൻ എണീറ്റ് തന്നെ ഞാൻ ഇന്നലെ ആലപ്പുഴ പോയിരിക്കുകയായിരുന്നു ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട്. അപ്പം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കാലൊന്ന് ചെറുതായി പണി കിട്ടി ഇങ്ങനെ ഫുൾ സീനായിരിക്കുക. അത് കാരണമാണ് ഞാൻ ഇന്ന് വർക്കിന് പോകേണ്ടിരുന്നത്. അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കോളേജിലും പോയിട്ടില്ല. കോളേജിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എനിക്കിങ്ങനെ ബാസ്കറ്റ് ബോളും കളി അതും ഇതുമായിട്ട് ഞാൻ കോളേജിലും പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു വീട്ടിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര സൗണ്ട്. ഞാൻ ഇപ്പോൾ ആരോടും മിണ്ടാനൊന്നുമില്ല. ഞാൻ പുറത്തൊരു സ്ഥലത്ത് അത്യാവശ്യം ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ആർക്കും ശല്യമുണ്ടാകുന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ മുഖമൊക്കെ വല്ലാണ്ട് ഡള്ളായിരിക്കുക കേട്ടോ. നമുക്ക് കരഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ കേട്ടാൽ ഫുൾ സീനായിരിക്കുകയായിരുന്നു. അതാ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കില്ല, യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പരിപാടിയൊന്നുമില്ല. എന്താ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും, നോർമൽ മിനി വ്ളോഗ്, ഒരു മിനി ഡേ. എൻ്റെ ഒരു മിനി ഡേ ആണ്. കുറച്ച് നേരം അത്ര തന്നെ ഉള്ളൂ. അപ്പം ഞാനെന്താ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അഴക്കൊക്കെ ഇട്ടായിരുന്നു, ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ചേച്ചി ഫുഡൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇരിപ്പാണ്. ഫുഡൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് ഒന്നാമത് വയ്യ, എനിക്ക് തൊണ്ടവേദനയാണ്, അതാണ് വോയിസ് അധികം ഇല്ലാത്തത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നോർമൽ വ്ളോഗ് എടുക്കാം. ഇപ്പം എന്തായാലും ഫുഡൊക്കെ ഉണ്ട്, നല്ല ഫുഡാണ്. നല്ല ആലപ്പുഴ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവർ എനിക്ക് തലക്കറി കൊണ്ടുവന്ന് തന്നായിരുന്നു. ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് തലക്കറി കൂടുതൽ ഞാൻ കഴിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡാണ് തലക്കറി. അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചു നമുക്കത് ഫുഡടിക്കാം, ഫുഡിനുള്ള പുറപ്പെടാൻ എന്തൊക്കെയാണ്. ഫുഡിന് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്നൊരു സാധനം തന്നെയായിരിക്കും ഈ റൈസ്. ഒരു മഞ്ഞ റൈസ് ഇട്ടോ, അതിൽ എന്തൊക്കെയോ ഇടും. പിന്നെ തലക്കറി ഉണ്ട്, അതെ തലക്കറി ഉണ്ട്. മാങ്ങ ഉപ്പിലിട്ടത്, മുളക് ഉപ്പിലിട്ടത്, പിന്നെ വെള്ളം ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം കഴിക്കാം, സംസാരിച്ചിരിക്കാനുള്ള വേഗം കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. വേഗം നമുക്ക് ഫാസ്റ്റായിട്ട് കഴിക്കാം. ഓക്കെ. ഗൈസ്, എനിക്കാണ് വീട്ടിൽ വയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. ഗൈസ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് പച്ചരി വെറുത്തിരുന്ന് കഴിക്കുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞ ഉടനെ അത് വായിക്കുന്നു. കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ചായിട്ട്. ഒന്നാമത് എനിക്ക് വയ്യ. അപ്പോൾ വിചാരിക്കും വയ്യാണ്ട് എന്തിനാണ് വീഡിയോ എടുക്കുന്നതിന്. വേറെ പരിപാടിയൊന്നുമില്ല, കട്ട ശോകമാണ്. വെറുതെ വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല. സംസാരിക്കാൻ വിചാരിച്ചാൽ എല്ലാവരും ബിസിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണം. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇച്ചിരി ചോറ് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇച്ചിരി എടുത്ത് ബാക്കി വെച്ചു എന്നുള്ളൂ. അവിടെ കൊണ്ടുപോയി വെച്ച്. എനിക്ക് നടക്കാൻ പോലും വയ്യ, ഭയങ്കരമായിട്ട് കാലൊക്കെ വീങ്ങി സീനായിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് അറിയുമ്പോഴത്തേക്ക് കാലം മടങ്ങിയതാണെന്ന് ഡോക്ടറെ അടുത്ത് പോകണം, പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, കുറച്ച് ദിവസം അവളുടെ അടുത്ത് നിൽക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ശരിയാക്കണം. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റ നോക്കുന്ന പരിപാടിയാണ്. ഇൻസ്റ്റയിൽ എന്തൊക്കെയുണ്ട് മെസ്സേജ് അത് നോക്കാം. ഓക്കെ, നമുക്കത് നോക്കിക്കൊണ്ടിരിക്കാം.
അപ്പം ഗായ്സ് സമയം എന്താ 3:39 അപ്പോൾ നമ്മൾ എന്താണ് ഇൻസ്റ്റയിൽ കുറച്ച് നേരം നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇൻസ്റ്റയിൽ എനിക്കൊരു ആകെ ഫോളോവേഴ്സൊന്നും ഇല്ല, ആകെ ഒരു 1K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരു അക്കൗണ്ട്. നോക്കുമ്പോഴത്തേക്ക് ആ അക്കൗണ്ട് പാസ്വേഡ് എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. ഇപ്പോൾ ഉള്ള അക്കൗണ്ടിലാണെങ്കിൽ എത്രയും 203 ഫോളോവേഴ്സ്, മറ്റേ അക്കൗണ്ടിലാണെങ്കിൽ എത്രയും 1350 ഫോളോവേഴ്സ്. ഗൈസ് ഈ ഫോട്ടോസൊക്കെ രസമല്ലേ? എൻ്റെ പോസ്റ്റാണ്, സെറ്റല്ലേ? ക്യാമറയിലെടുത്ത ഫോട്ടോസാണ് ഗൈസ്. കുറച്ച് ആസ്തെറ്റിക്കാണ്, അതും ഇൻസ്റ്റയിലിട്ടോ. നേരിട്ടുള്ളതിനെ കണ്ടല്ലോ, ഇൻസ്റ്റയിൽ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ഉള്ള ഐഡിക്കകത്ത് ഫുള്ള് ട്രഡീഷണൽ ലുക്ക്. ഞാൻ പറഞ്ഞല്ലോ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ബ്രദറിൻ്റെ ഒപ്പം എടുത്തില്ല എൻഗേജ്മെൻറ്റിന് പോയിട്ട്. ഭയങ്കര രസമാട്ടോ. പിന്നുള്ളത് ഇതായിട്ട് ഇത് നമ്മുടെ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ. ഇപ്പോൾ ഉള്ള പരിപാടി എനിക്ക് ക്യാമറ വർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കഴിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മീൻസ് എവിടെ പോകാനും എന്തിനും ഇതിനും കൂടെ നിൽക്കുന്നൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾ എൻ്റെ ജൂനിയർ ആയിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങളൊക്കെ ഒരേ ഏജ് തന്നെയാണ്. ഒരു നല്ല വൈബാണ്. എനിക്ക് കോളേജിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ദൃശ്യ, നസ്രീൻ, പിന്നെ അഭിരാമി, അങ്ങനെ റഷീദ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരെയും വിളിക്കാറ് അങ്ങനെ അമ്മയൊന്നുമില്ല. ഇപ്പം എന്തുണ്ടെങ്കിലും വിളിക്കുന്ന ഒറ്റ ഒരാൾ, ദാറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ല, ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തല തിരിഞ്ഞാൽ കാണത്തുള്ളൂ. ഇതിൽ നമ്മൾ ഒരാളുടെ മെസ്സേജ് മാത്രം വേണം നോക്കാം. അതാരാണ്? അതൊരു സീക്രട്ട് പേഴ്സണാണ്. ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നു. ഈശ്വര, കാണുന്നവരെന്ത് വിചാരിക്കും? പിന്നെ നമ്മളെന്താ അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം തന്നെ റിപ്ലൈ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി 11 മണിക്ക് 12 മണിക്ക് എനിക്ക് ഇവിടെ റിപ്ലൈ വരത്തുള്ളൂ. എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതിനകത്ത് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ എന്താ ഇത്ര ഹാപ്പി എന്നല്ലേ, വീഡിയോസിൽ മാത്രമാണ്, അല്ലാണ്ട് ഹാപ്പിയൊക്കെ തന്നെ. നല്ലൊരു ഫാമിലി ഇല്ലേ, അപ്പോൾ പിന്നെ ഹാപ്പി ആണല്ലോ. പിന്നെന്തുവാ ഗൈസ്, എൻ്റെ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് കാണിച്ചു. ഗൈസ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൊടുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിങ്ങനെ നമ്മുടെ ഫേസ് കാണുന്ന രീതിക്ക് ഇങ്ങനെ മിനിറ്റ് കാണിക്കും എഴുതിയിട്ട്. അപ്പം അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ക്യാമറയെ പിടിച്ച് തൊടുന്നത്. എനിക്ക് ഈ ഫോട്ടോ അൺഎക്സ്പെക്റ്റഡ് ആണ്. എൻ്റെ ബ്രദർ എടുത്തത് ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലേക്ക് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് പോകാൻ എനിക്ക് വയ്യ, കാലുകൊണ്ട് ഒട്ടും വയ്യ. അപ്പോൾ ഇന്നത്തെ ഡേ ഫുള്ള് ഇതാണ് പരിപാടി. കുറച്ച് നേരം നമ്മൾ പാട്ട് കേൾക്കണം. ഓക്കെ, നമ്മളിങ്ങനെ പാട്ട് കേൾക്കുന്ന രീതിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത്. അതാണെങ്കിൽ കേട് വന്നു പോയി. അപ്പോൾ ഞാൻ ഒരു അതെത്ര 1500 എത്ര വരുന്നു, ഒരു ഏതൊരു കമ്പനി ആയിരുന്നു, ബോട്ടിൻ്റെ ഏതൊരു കമ്പനി. അത് കേട് വന്നു. അപ്പോൾ പൈസ കയ്യിൽ ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു, ഒരു 250 രൂപയുടെ ഒരു ഹെഡ്സെറ്റ് മേടിച്ചു. ഇനിയിപ്പോൾ പുതിയ ഹെഡ്സെറ്റ് മേടിക്കണം, പുതിയ ഫോൺ മേടിക്കണം, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. കുറച്ച് നേരം എൻ്റെ പാട്ട് കേൾക്കുന്നതിൻ്റെ വിരഹം കാണാം. ഞാൻ ഇങ്ങനെയാണ് ഗൈസ്, പാട്ട് കാണാത്ത സെറ്റാണ്. നിങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ടാണ് എൻ്റെ നോട്ട് കേട്ടതാണ്. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് വിഷമം കാരണം, എന്താ വിഷമം എന്ന് വെച്ചാൽ കുറേ വിഷമമുണ്ട്. വിഷമങ്ങൾ കാരണം ഞാൻ ഇടുന്ന എൻ്റെ നോട്ടുകൾ കേട്ടോ. കണ്ടില്ലേ, ആണ് പരിപാടി. ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോണ് ക്യാമറ ക്ലാരിറ്റി ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഞാൻ പാട്ട് കേൾക്കുന്ന രീതിയാണ് വളരെ വളരെ സുഖകരമായ രീതി. ശരിയാ, നമ്മളെന്ത് ചെയ്യണം ഒന്നും തോന്നണ്ട കേട്ടോ. ഞാനിങ്ങനെയാണ്, ഫോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ആർക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കാറോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഭയങ്കര ജാടയാണ്. പക്ഷേ ഈ ജാടയൊന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ സങ്കടം പറയുന്നൊരു വ്യക്തിയുണ്ട്. ആരാ കണ്ടുപിടിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പാട്ട് കേൾക്കട്ടെ കുറച്ച്. എങ്ങനെ എൻ്റെ വിരഹങ്ങൾ നിങ്ങൾ കാണൂ. 45 എടുത്തു ഞാൻ. കുറച്ച് നമ്മൾ കണ്ടിരിക്കും. എൻ്റെ ഡ്രസ്സ് ഒരു കുർത്തി കേട്ടോ, സ്ലീവ്ലെസ് ആണ്. അതിങ്ങനെയൊക്കെ ഇരിക്കും. നോക്കട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. വിരഹമൊക്കെ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് മോലാ മേരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഈ ഹെഡ്സെറ്റ് വിലക്കുറവിനാണെങ്കിലും ഹെഡ്സെറ്റ് സൗണ്ട് പുറത്തേക്ക് ഇറങ്ങി കേൾക്കത്തില്ല പുറത്തുനിന്ന് പറയുന്നത്. അതാണ് വീട്ടിൽ നിന്ന് ആരില്ല വിളിക്കാൻ, കാരണം കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പാട്ട് കേൾക്കട്ടെ. പാട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒച്ച കേട്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പാട്ട് കഴിഞ്ഞു ഗൈസ്. ഞാൻ ഇനിയും പാട്ട് കേട്ടോണ്ടിരുന്ന പണി കിട്ടും. എനിക്ക് ഇങ്ങനെ പാട്ട് കേട്ടിട്ട് നാട്ടുകാരെ കളിക്കാൻ അറിയത്തില്ല, ആവശ്യമൊന്നുമില്ല. ഞാൻ അറിയത്തില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇതേ ഇരിക്കുന്നത്, ഉണ്ടപ്പക്കുറമായിട്ട്. ഗൈസ്, ഒരു സാധനം ഞാൻ മനസ്സിലാവേ, ഇവിടെ വല്ലാത്ത സൗണ്ടാട്ടോ. വേറെ പറഞ്ഞാൽ കേൾക്കില്ല. വീഡിയോ എടുക്കുക പറഞ്ഞാലും പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് പറയാൻ പേടിയാണ്. അതിന് വായിക്കേണ്ടതൊക്കെ അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഇതൊന്നും വായിക്കാൻ പാടില്ല. ഞാൻ ഒരാളെ കേട്ടോ, ഞാനൊരു സാധനം കാണിച്ചില്ല. ചീക്കട്ട് കാണിച്ചു. ചീക്കട്ട് ഗൈസ്, എനിക്കൊരു ക്രഷ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ക്രഷ് ആട്ടോ, വേറൊന്നല്ല. ക്രഷാണ്, ഒരാളാണ്, സെലിബ്രിറ്റീസ് ഒക്കെ പറയാം. ഞാൻ കാണിച്ചു അത് കാണാൻ എന്തോ സംബന്ധം വെച്ചാൽ എൻ്റെ ക്രഷിനെ എല്ലാവർക്കും ക്രഷടിക്കും. അതാണ് ഞാൻ മനസ്സിലാവും.
ക്രഷ അയ്യോ വേറെ പരിപാടി ഒന്നും വെറുതെ ഒരു കോപ്പറേറ്റെങ്കിൽ കാണിച്ചിട്ട് അല്ലാണ്ട് ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പുറത്തുമില്ല അപ്പം അതിന് വേണ്ടി ചോദിക്കുക പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ സ്റ്റോറി ഇട്ടു സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം. നോക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് അവരെ ചോദിക്കുന്നത് എന്നെ കാണാൻ കൊള്ളാമെന്നല്ല പറയുന്നത്, അവരെ കാണാൻ കൊള്ളാം, അവരെന്തുവാ ചെയ്യുന്നത്. ഇവരെ ഈ മൂന്നിടത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ട കണ്ടോ, ഈ ഐസ്ക്രീം കഴിച്ചെത്തുന്ന എന്നെ വേണ്ട, അല്ല ഈ മൂന്നിടത്തിന് മതി എല്ലാവർക്കും. അത് എന്ത് പരിപാടിയാണ്, ഇത് ചെയ്യാനാണ് പരിപാടിയൊന്നുമില്ല. അതിൻ്റെ കണ്ട ഒരാൾ എനിക്ക് മെസ്സേജ് വരിക, എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, ഇതിനകത്ത് എൻ്റെ ചേച്ചി കണ്ടിട്ട് ചോദിക്കുക ഫസ്റ്റ് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ പറയാണ് കൊള്ള. അപ്പം നമ്മൾ ചോദിക്കുന്നത് അതിന് റിപ്ലൈ കൊടുക്കില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ല. ഇതിപ്പോൾ വീഡിയോ എടുത്താണ് ഏതോ ആരാ എനിക്കറിയണ തന്നെ എനിക്ക് ആകെ റിപ്ലൈ കൊടുക്കാൻ. ഞാൻ ആകെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. കാണിച്ചാൽ ഇൻസ്റ്റ കയറുന്നത് തന്നെ ഞാൻ ഇൻസ്റ്റ കയറിയാൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഇൻസ്റ്റ കയറി തന്നെ റിപ്ലൈ കൊടുക്കുന്ന ആർക്കാ ഗൈസ്. എനിക്കുണ്ടല്ലോ എനിക്ക് ബൈക്ക് ഇഷ്ടമാണ്. ബൈക്ക് ഗൈസ് ഞാൻ കാണിച്ചതേ എന്ത് നോക്കട്ടെ. ബൈക്ക് അറിയത്തില്ല, നോക്കട്ടെ. ഗൈസ് എൻ്റെ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ഭയങ്കര ടെററാണ് ഗൈസ്. അപ്പോൾ പരിപാടി ഇത്രേ ഉള്ളൂ. ശോകം ഗൈസ്, ഇത്ര തന്നെ ഉള്ള വീഡിയോ. ഞാൻ പറഞ്ഞില്ല ഒരു മിനി വ്ളോഗാണ്. കുറച്ച് നേരം പാട്ട് കേൾക്കുന്നു, ഫുഡ് കുറച്ച് കഴിക്കുന്നു, പിന്നെ എന്തൊക്കെയോ കാണിച്ചു തരുന്നത് സ്പോട്ടിഫൈയിൽ. അതൊക്കെ തന്നെ ഗാലറി കാണിച്ചത് കുറച്ചൊക്കെ, അതൊക്കെ തന്നെ ഉള്ളൂ. ഒരു നോർമൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കളിയാക്കിക്കൊല്ലരുത്. കമൻറ്റ് ബോക്സിൽ ഒന്നും ആരും പിന്നെ കളിയാക്കിക്കൊല്ലരുത്. കളിയാക്കാൻ തോന്നുമായിരിക്കും, എന്നെ അറിയുന്നവരാണ് എന്നെ വിളിച്ച് കളിയാക്കണം. കമൻറ്റിൽ മാത്രം നല്ലത് മാത്രം ഇട്ട് നമ്മൾ സഹിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇടണം. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി.